نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من سقيم عاش حينا من الدهر സമാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഏവരും ഒത്തുകൂടിയിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന, ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വിശകലനം ചെയ്യപ്പെടുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന, ചർച്ച ചെയ്യുന്ന ഈ രൂപത്തിലുള്ള മജ്ലിസുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശ്രേഷ്ഠതകൾ പഠിപ്പിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ നാം മനസ്സിലാക്കിയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത് നസലത്തു അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. അല്ലാഹുവിന്റെ സമാധാനം വർഷിക്കുന്ന ഒരു സദസ്സ്,
അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്താൽ പൊതിയപ്പെടുന്ന ഒരു സദസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ആവരണം ചെയ്യുകയും ആ മലക്കുകൾ ആ സദസ്സിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സദസ്സ്. അതുമാത്രമല്ല, ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള മലക്കുകളോട് സന്തോഷം പങ്കുവെക്കുന്ന ഒരു സദസ്സ്. ഇതാണ് യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ഈ രൂപത്തിലുള്ള സദസ്സുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ പിടിച്ചിരുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സദസ്സിന്റെ ആദ്യാവസാനം നമ്മൾ ഉണ്ടാവുകയും എന്നിട്ട് ആ സദസ്സ് പിരിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യുമ്പോൾ ഒരാഹ്വാനം ഉണ്ടാകുമെന്നാണ്. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളുക. ഈ പാപമോചനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ഈ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ വന്നു ചേർന്നത് എന്ന് മാത്രം ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അന്ത്യയാത്രക്ക് ഒരുങ്ങുക എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ജീവിതത്തിൽ അവന്റെ മരണമാകുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവുമായിട്ടുള്ള അവന്റെ വേർപാട്. ഇവിടെ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് ബർസഖിയായ ലോകത്തേക്കും തുടർന്ന് ആഖിറത്തിലേക്കുമുള്ള അവന്റെ യാത്രയാണ്. ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇംറാനിലെ 185-ാമത്തെ സൂക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മനസ്സുകളിലേക്ക് ഈ ആശയത്തെ, ഈ ഒരു ബോധ്യത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യുന്നതാ. മരിച്ചു പോകുമെന്ന് മാത്രമല്ല, മരണമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാ. ആ മരണത്തിന് ശേഷം അന്ത്യനാളിലാകുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതിഫലം അവന് പൂർത്തിയാക്കി നൽകപ്പെടുക. അവന്റെ വിശ്വാസത്തെ നോക്കിക്കൊണ്ട്, അവന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കൊണ്ട്, അവന്റെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർക്ക് പ്രതിഫലം പൂർത്തീകരിച്ചു നൽകപ്പെടുന്നത് അന്ത്യനാളിലാണ്, ഖിയാമത്ത് നാളിലാണ്. فمن زحزح عن النار وأدخل الجنة فقد فاز. അന്ന് ആരാണോ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവനാകുന്നു വിജയി. ദുനിയാവിന്റെ വിജയത്തിന് ഫാസ എന്ന് ഉപയോഗിക്കില്ല. ആഖിറത്തിലെ വിജയമാണോ, ആഖിറത്തിലെ വിജയമാണോ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുക, നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുക, അവൻ മാത്രമാകുന്നു വിജയി. എന്നിട്ട് അടിവരയിട്ടുകൊണ്ട് അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിന്റെ ജീവിതമുണ്ടല്ലോ, ഐഹിക ലോക ജീവിതമുണ്ടല്ലോ, നിങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചനാ ചരക്ക് മാത്രമാണ് കേട്ടോ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഈ ലോകത്തേക്ക് നമ്മൾ പിറന്നു വീണു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായി നമ്മൾ അംഗീകരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ട് പടിപടിയായി നമ്മളെ വളർത്തുന്ന നമ്മുടെ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ആസ്വദിച്ചുകൊണ്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവ് ശാശ്വതമല്ല എന്ന് അതേ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വിട്ടുകൊണ്ടൊരു യാത്രയുണ്ട്. ഇത് നൈമിഷികമായ ലോകമാണ്. നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ പറ്റിച്ചു കളയുന്നൊരു വഞ്ചന മാത്രമാണ് ഐഹിക ലോക ജീവിതം എന്ന് പറയുന്നത്. അവസാനിക്കാത്ത ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു സമയമുണ്ട് എന്ന ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ്. സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി, ആഖിറത്തിൽ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തെല്ലാം വിശ്വാസ കാര്യങ്ങളാണോ സ്വീകരിക്കേണ്ടത്,
പ്രവർത്തന മണ്ഡലത്തിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളാണോ സ്വീകരിക്കേണ്ടത് അതിനെ മുഴുവനും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് നാളെ അല്ലാഹുവിന്റെ സവിധത്തിൽ ആ സ്വർഗം ലഭിക്കുക എന്ന ബോധ്യപ്പെടുത്തലാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നന്നായി കൊണ്ട് ജീവിക്കണമെങ്കിൽ, വിശ്വാസത്തെ വിപുലീകരിക്കണമെങ്കിൽ, പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല രൂപത്തിലാക്കണമെങ്കിൽ അന്ത്യമുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നതാണ്. മരണത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവണം എന്നുള്ളതാണ്. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അക്സിറൂ ദിക്റ ഹാദിഹിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ആസ്വാദനങ്ങളെ മുഴുവനും മുറിച്ചു കളയുന്ന, നിങ്ങളുടെ സുഖങ്ങളെ മുഴുവനും മുറിച്ചു കളയുന്ന മരണമുണ്ടല്ലോ, ആ മരണത്തെ പറ്റി ധാരാളമായിട്ട് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. എല്ലാ സുഖങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്നതാണ് മരണം. ആ മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഒരു മരണചിന്ത നമ്മുടെ മനസ്സകങ്ങളിലേക്ക് കയറുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനൊന്നും നടന്നാൽ പോരല്ലോ, എന്റെ വിശ്വാസം ഈ രൂപത്തിലൊന്നും ആയാൽ പോരല്ലോ, എന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനൊന്നും ആയാൽ പോരല്ലോ എന്ന ചിന്ത നമുക്കുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി ചെന്നുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൻ ഹുവ അഖിയസുൻ നാസി വ അക്റമഹും യാ റസൂലല്ലാഹ്, പ്രവാചകരെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വിവേകമതിയായ മനുഷ്യൻ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന ഉത്തരം എന്താണ്? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ധനം സമ്പാദിച്ചവനെന്നാണോ? നിങ്ങളുടെ കൂട്ടത്തിൽ അധികാരത്തിന്റെ ഉത്തുംഗ ശ്രേണികളെ കീഴടക്കിയവനെന്നാണോ? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ? അക്തറുഹും ദിക്റൻ ലിൽ മൗത്ത് വ അശദ്ദുഹും ഇസ്തിദാദൻ ലഹു ഉലൈകൽ ലഖിയാസ് ദഹബൂ ബിശറഫി ദുനിയാ വ കറാമത്തിൽ ആഖിറ. ആരാണ് ബുദ്ധിമാൻ? ആരാണ് വിവേകമതിയായ മനുഷ്യൻ? മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ചിന്തിക്കുന്നവരാണ്. ചിന്തിക്കുക മാത്രമല്ല, മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ ദുനിയാവിന്റെ ഷറഫും ആഖിറത്തിന്റെ കറാമത്തും ഒക്കെ അവർ കരസ്ഥമാക്കി, എല്ലാ പവിത്രതകളും അവർ കൊണ്ടുപോയി. അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് വിവേകശാലികൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളപ്പെടുത്തുന്ന മനുഷ്യന്മാരുടെ ക്വാളിറ്റി എന്താ? മരണചിന്തയാണ്. അന്ത്യയാത്രയുണ്ട് എന്ന ബോധ്യത്തോടുകൂടെയുള്ള ജീവിതമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. ഈ രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്കറിയില്ല ഏത് സമയത്താണ് നമ്മുടെ മരണം സംഭവിക്കുക. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഒരാൾക്കും തന്നെ അറിയില്ല, ഒരു നഫ്സിനും തന്നെ അറിയില്ല നാളെ അവൻ എന്ത് സമ്പാദിക്കുമെന്ന്. അതുപോലെ ഏതൊരു ഭൂമിയിൽ വെച്ചാണ് അവന്റെ മരണം സംഭവിക്കുക എന്നും അറിയില്ല. എത്രയോ ആളുകളുടെ മരണം നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടവരല്ലേ? നമ്മുടെ കൺമുന്നിൽ നമ്മൾ എത്രയോ മരണങ്ങൾ കണ്ടവരല്ലേ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, മാതാപിതാക്കൾ, നമ്മുടെ സഹചാരികൾ, നമ്മുടെ കുട്ടികൾ, അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ച മക്കൾ, നമ്മുടെ കൂടെ കളിച്ചവർ, അയൽവാസികൾ എന്നിങ്ങനെ എത്രയോ മരണങ്ങൾ പ്രായവ്യത്യാസമില്ലാതെ നമ്മൾ കണ്ടോ? അമുഖമായി ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കവിവചനമുണ്ടോ, കവിതയുണ്ടോ? എന്താണ് കവി പറയുന്നത്? വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹിനം മിന ദഹ്രി. എത്രയോ ആരോഗ്യവാന്മാരായ മനുഷ്യന്മാരാണ്. അവരെ കണ്ടാൽ നമുക്ക് തോന്നും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണല്ലോ, ഒരുപാട് കാലം ഇങ്ങനെ ജീവിക്കുമെന്ന് നമുക്ക് തോന്നുന്നത്ര മനുഷ്യന്മാരാണ്. ഒരു കാരണമില്ലാതെ മരിച്ചു പോകുന്നത് നമ്മൾ കണ്ടത് അല്ലേ? നമ്മൾ കണ്ടില്ലേ? കുഴഞ്ഞു വീണ് മരിച്ചു, ഹാർട്ട് അറ്റാക്കാണ്, വേറെ പല കാരണങ്ങളും. കാരണം എന്താണെന്ന് അറിയാത്ത മരണങ്ങൾ. എത്രയോ ആരോഗ്യവാന്മാരായ മനുഷ്യന്മാരുടെ മരണം, ആ മരണത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. എന്നാൽ ചില ആളുകളെ നമ്മൾ കാണുമ്പോ, കിടപ്പ് രോഗികളായ ചില ആളുകളെ കാണുമ്പോ രോഗശയ്യയിൽ വർഷങ്ങളോളമായിട്ട് അവർ തള്ളി നീക്കുകയാണ്. അവരെ സന്ദർശിക്കുമ്പോൾ നമുക്ക് തോന്നും അവരുടെ മരണം ഉടനെ സംഭവിക്കുമെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവർക്കതാ അല്ലാഹു ആയുസ്സങ്ങ് നീട്ടിക്കൊടുക്കുന്നു.
ഒരിക്കലും മരണമുണ്ടാവില്ല. അടുത്തെന്ന് നമ്മൾ വിചാരിച്ച ആരോഗ്യവാന്മാരായ മനുഷ്യന്മാർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നതും നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമുക്കൊരിക്കലും തന്നെ കണക്കാക്കാൻ സാധ്യമല്ല എവിടെ വെച്ച് മരിക്കുമെന്നോ, എപ്പ മരിക്കുമെന്ന്, ഏത് രൂപത്തിൽ മരിക്കുമെന്നോ. എപ്പ മരിച്ചാലും ശരി, ഏത് രൂപത്തിലായാലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടിക്കൊണ്ട് മരിക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴായാലും ആ മരണം നമ്മളെ പിടികൂടും എന്നുള്ളതാണ്. ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. എത്ര ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട വീട്ടിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കണക്കാക്കിയ സമയം വന്നാൽ ആ സമയത്ത് അവൻ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാ. ഒളിച്ചിരിക്കുവാൻ നിർവാഹമില്ല, ഓടി ഒളിക്കുവാൻ നിർവാഹമില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നബിയെ പറഞ്ഞു കൊടുക്കുക, നിശ്ചയം ഏതൊരു മരണത്തെ തൊട്ടാണോ അവർ ഓടി ഒളിക്കുന്നതോ നിശ്ചയമായും ആ മരണത്തെ അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാ. ഓടി ഒളിക്കാൻ നിർവാഹമില്ല, എങ്ങോട്ടും മാറി നിൽക്കാൻ നിർവാഹമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച സമയം വന്നെത്തിക്കഴിഞ്ഞാൽ, അവൻ നിശ്ചയിച്ച സ്ഥലം വന്നെത്തിക്കഴിഞ്ഞാൽ ആ മരണം അത് സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നീട് കർമ്മങ്ങൾക്ക് വേണ്ടി, വിശ്വാസം ശരിയാക്കാൻ വേണ്ടി പടച്ചോനെ ഒന്ന് മടക്കിത്ത എന്ന വിലാപങ്ങൾക്ക് യാതൊരു അവസരവും ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുക തന്നെ ചെയ്യുക തന്നെ ചെയ്യും. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു നഫ്സിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നേക്ക് വെക്കുകയില്ല, പിന്തിക്കുകയില്ല. വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു നന്നായി അറിയുന്നവനാ. അതുകൊണ്ട് ആ സമയത്തൊരു വിലാപത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രത്യേകത എന്താണ്? ഈ ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളൊക്കെയും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറുസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ലഭിച്ച അനുഗ്രഹം നമുക്കറിയാം. ഇതുപോലെ സൗന്ദര്യം നൽകപ്പെട്ട ഒരു നബി, ഇതുപോലെ അധികാരം നൽകപ്പെട്ട ഒരു പ്രവാചകൻ, അതുപോലെ അതാ ഒരു നബിയുടെ മകനായി പിറക്കുകയാണ്. ഏറ്റവും നല്ല ഒരു കുടുംബാന്തരീക്ഷം നൽകുകയാണ്, എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്. എന്റെ റബ്ബേ, നീ എനിക്ക് അധികാരം തന്നല്ലോ റബ്ബേ. വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നല്ലോ. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ. ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം എടുത്തു പറഞ്ഞിട്ടോ അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന എന്താ? തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹ്, നീ ഇതൊക്കെയും എനിക്ക് നൽകിയെങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇതാണ്, ഒരു മുസ്ലിമായി കൊണ്ട് എന്നെ മരിപ്പിക്കണേ റബ്ബേ. സ്വാലിഹീങ്ങളിൽ എന്നെ ചേർക്കണേ അല്ലാഹ്. മുസ്ലിമായി മരിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. മുസ്ലിമായി കൊണ്ട് മരിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരുന്ന റജാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, റസൂലുള്ളാഹിന്റെ ക്ലാസ് കേട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ യമാമയിൽ കള്ളപ്രവാചകനായ മുസൈലിമ കടന്നു വരികയാണ്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ആ കള്ളപ്രവാചകൻ കടന്നു വന്നപ്പോ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കേട്ട് ആ മനുഷ്യന്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് അയാളുടെ അണിയിൽ ചേരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നതിനും അവിടെ കൂടിയ ആളുകളെ മുഴുവനും തിരിച്ചു വിളിക്കുന്നതിനും പ്രബോധനം ചെയ്യുന്നതിനും അവിടെ കയക്കുന്നത് റജാലിനെയാണ്. നന്നായി സംസാരിക്കാൻ അറിയുന്ന, വാക്ചാതുരി ഉണ്ടായിരുന്ന, ദീനിന്റെ കാര്യങ്ങളിൽ ബോധ്യമുണ്ടായിരുന്ന റജാലിനെയാണ് പറഞ്ഞയക്കുന്നത്. എന്നാൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സത്യം എന്താണ്? റജാൽ യമാമയിൽ ചെല്ലുകയും അവിടെ മുസൈലിമയുടെ ആ സഖ്യത്തിൽ ചേരുകയും മുസൈലിമയുടെ ആളായി മാറുകയും മുസൈലിമയ്ക്ക് വേണ്ടി സംസാരിക്കുകയും അങ്ങനെ റജാലിന്റെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഒരുപാട് ആളുകൾ മുസൈലിമയുടെ സൈന്യത്തിൽ ചേരുകയും ചെയ്യുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. യമാമയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ വെച്ച് ആ മനുഷ്യൻ കൊല്ലപ്പെടുകയാണ്. എങ്ങനെയുള്ള മരണമാണ് പ്രിയപ്പെട്ടവരെ! മുസ്ലിമായി ജീവിച്ച് റസൂലുള്ളാന്റെ ക്ലാസ് കേട്ട് റസൂലുള്ളാന്റെ അണിയിൽ നിന്ന് പിന്നീട് ജീവിതാന്ത്യത്തിൽ എത്തി നിൽക്കുമ്പോ ഒരു കള്ളപ്രവാചകന്റെ സൈന്യത്തിൽ മുസ്ലിം സൈന്യത്തോട് ഏറ്റുമുട്ടിക്കൊണ്ട് മരിച്ചു പോകുന്ന ഒരു മരണത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. അത്തരത്തിലുള്ള ഒരു അന്ത്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ എന്നാണ്. ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യനാരാണ്? സൂഉൽ ഖാത്തിമ, ഏറ്റവും മോശപ്പെട്ട പര്യവസാനം ലഭിക്കുന്ന മനുഷ്യനാണ്. കാരണം നമ്മളൊക്കെ പഠിച്ചതാണ്, ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, നിശ്ചയമായും പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് അതിന്റെ പര്യവസാനം നോക്കിയിട്ടാണ്. എത്ര ആവേശത്തോടുകൂടി ആരംഭിച്ചു എന്നുള്ളതല്ല, എത്ര കൊല്ലമാണ് ജീവിച്ചത് എന്നുള്ളതല്ല, അവസാനം എങ്ങനെയാണ്. ഒരു നിമിഷമാവട്ടെ ഏത് രൂപത്തിലാണ് അല്ലാഹുവിലേക്ക് ചെല്ലുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അന്ത്യം നന്നാവുക, അവസാനം നന്നാവുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന നമ്മളും പ്രാർത്ഥിക്കുകയാണ്. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹ് മുസ്ലിമായി കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ വഴി ചേർക്കണേ അല്ലാഹ്. ഇത് വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്ത്യനാളിനോട് അടുക്കുന്ന കാലഘട്ടം വരുമ്പോ രാവിലെ നിങ്ങൾ മുസ്ലിമായി കണ്ട ആളുകളെ വൈകുന്നേരമാകുമ്പോഴേക്കും ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടാവും. വൈകുന്നേരം നിങ്ങൾ മുസ്ലിമായി മുവഹിദായി കാണുന്ന ഒരു മനുഷ്യൻ പിറ്റേ ദിവസം പുലരുമ്പോഴേക്കും അയാൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആദർശത്തെ നെഞ്ചോട് ചേർക്കുക, ആത്മാർത്ഥമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഈ രൂപത്തിൽ ആദർശത്തിൽ നിന്ന് പഴച്ചു പോകുന്നതിനെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. പല ആദർശങ്ങളും പല വഴികളും പല പാതകളും നമ്മൾ കാണും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേർരേഖ വരച്ചുകൊണ്ട് ആ നേർരേഖയിൽ തന്റെ പടി കുത്തി പിടിച്ചുകൊണ്ട് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബൽ. ഇതാകുന്നു എന്റെ നേർവഴി എന്ന് പഠിപ്പിച്ച പാതയുണ്ടല്ലോ, ആ പാതയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നേർരേഖക്ക് അപ്പുറവും ഇപ്പുറവും വലതുഭാഗത്തും ഇടതുഭാഗത്തും വളഞ്ഞ ഒരുപാട് വഴികൾ വരച്ചു കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, ഈ നേർമാർഗത്തിന് അപ്പുറവും ഇപ്പുറവും വഴികളുണ്ട്. ആ വഴികളെ ഒരിക്കലും നിങ്ങൾ പിന്തുടരരുത്. നിങ്ങൾ ആ വഴികളിലേക്ക് പ്രവേശിക്കുന്നതായാൽ നിങ്ങളെ തെറ്റിച്ചു കളയാൻ ഓരോ വഴികളിലേക്കും നിങ്ങളെ മാടി വിളിക്കുന്ന പിശാചുക്കൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, ആ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാ. തറക്തു ഫീകും അംറൈൻ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിൽ ഞാൻ വിട്ടേച്ചു പോകുന്നത്. ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്നതായാൽ നിങ്ങൾക്ക് വഴിപിഴവ് സംഭവിക്കുകയില്ല, നിങ്ങൾ പിഴച്ചു പോവുകയില്ല. ഏതാണ് ആ രണ്ട് കാര്യങ്ങളെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ പ്രവാചകന്റെ ചര്യയെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുന്ന് വിശദീകരിക്കുകയാണ് എന്താണ് റസൂലുള്ളാഹിന്റെ ചര്യ. അസ്സുന്നത്തു മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വഅഫ്ആലിഹി വതഖ്രീരിഹി വമാ ഹമ്മ ബിഫിഅലിഹി. പ്രവാചകന്റെ വാക്കുകളാണ്, പ്രവാചകന്റെ പ്രവർത്തനങ്ങളാണ്, പ്രവാചകന്റെ അംഗീകാരങ്ങളാണ്, പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. ഈ രൂപത്തിൽ പ്രവാചകന്റെ ഹദീസുകളുണ്ട്. സ്വഹീഹായി വന്ന ഹദീസുകളെ സ്വീകരിക്കുവാൻ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങളായ ഹദീസുകളെ സ്വീകരിക്കുവാൻ നമ്മുടെ ബുദ്ധി നമുക്ക് തടസ്സമാവരുത്, നമ്മുടെ യുക്തി നമുക്ക് തടസ്സമാകരുത്. അല്ലാഹ് പറഞ്ഞു എന്നുള്ളൊരു ചോദ്യമാണ്. അല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ഞാൻ അത് വിശ്വസിക്കുവാൻ സന്നദ്ധനാണ്. സഹാബത്ത് പഠിപ്പിച്ച പോലെ, സഹാബത്ത് കാണിച്ചു തന്ന പോലെ സമിഅനാ വഅത്വഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ചാണിന് ചാണായിക്കൊണ്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട് ആ പ്രവാചകനോടുള്ള അനുസരണം, അള്ളാഹുവിനോടുള്ള അനുസരണം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നുകൊണ്ട് കണ്ണ് നിറക്കുകയാണ്. കരയുന്ന സൗബാനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, സൗബാൻ, എന്റെ മുന്നിൽ പ്രസന്നവദനായി കാണുന്ന, എന്റെ മുന്നിൽ സന്തോഷവാനായി കാണുന്ന താങ്കൾ എന്താണ് കണ്ണ് നിറക്കുന്നത്? എന്താണ് താങ്കളുടെ വിഷമമെന്ന് പറഞ്ഞാലും സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, എനിക്ക് താങ്കളുടെ മുന്നിലിരിക്കുന്നത് എന്തിഷ്ടമാണ്, താങ്കളെ കാണുന്നത് എന്ത് സന്തോഷമാണ്, താങ്കളുടെ സഹവാസം ലഭിക്കുന്നത് എനിക്കെന്ത് സന്തോഷമാണോ. ഈ ലോകത്ത് ഞാനത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സൗബാന്റെ സങ്കടം എന്താണെന്നറിയുമോ? ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ, ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെ സ്വർഗം ലഭിക്കുമോ എന്നറിയുകയില്ല. ഇനി നാളെ സ്വർഗം ലഭിച്ചാലും താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത് സ്വർഗത്തിന്റെ അത്യുന്നതമായ ദറജകളല്ലേ. ഈ സാധുവായ സൗബാൻ സ്വർഗം ലഭിച്ചാൽ തന്നെയോ ആ ഉന്നതമായ ദറജകളിൽ എത്താൻ കഴിയില്ലല്ലോ നബിയേ. പിന്നെ എങ്ങനെയാണ് താങ്കളെ കാണാൻ സാധിക്കുക? എങ്ങനെയാണ് താങ്കളുടെ സഹവാസം അനുഭവിക്കാൻ സാധിക്കുക? ഒരു വേള മൗനം പൂണ്ടു പ്രവാചകൻ. സൗബാൻ പറഞ്ഞത് സത്യമാണ്. റസൂലുള്ളാഹിക്ക് ഉന്നതമായ ദറജകളാണുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവതരിക്കുകയാണ്. ആ വചനവതാ സൗബാൻ ഓതിക്കൊടുക്കുകയാണ്. ആരാണോ അല്ലാഹുവെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതോ അവർ അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂടെയാണ് സ്വർഗത്തിൽ. അവർ അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂടെയാണ് സ്വർഗത്തിൽ. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ എന്നറിയുമോ? മിനൻ നബിയ്യീൻ വസ്സദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. എന്നിട്ട് അവിടെ അവസാനിപ്പിച്ചില്ല. നബിമാരോടൊപ്പം സ്വർഗത്തിൽ കഴിയാം, സിദ്ദീഖീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കഴിയാം, ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ കഴിയാം, സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കഴിയാം. എന്താണ് കണ്ടീഷൻ? അല്ലാഹനെ അനുസരിക്കേണ്ട രൂപത്തിൽ അനുസരിച്ചു ജീവിക്കണം, പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. മാത്രമല്ല വഹസുന ഉലൈക റഫീഖാ, സ്വർഗത്ത് പോകുന്നു മാത്രമല്ല, ഈ പറയപ്പെട്ട ആളുകൾക്ക് സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരാണ്. ഈ നബിമാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം നിങ്ങൾക്ക് കൂട്ടുകാരായി സ്വർഗത്തിൽ കഴിയാമെന്ന സന്തോഷ വാർത്ത കേൾക്കുമ്പോ ആ മിഴിനീർക്കണങ്ങളെ തുടച്ചു മാറ്റിക്കൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞത് എനിക്ക് മാത്രമുള്ളതാണോ നബിയേ? ഈ പറഞ്ഞത് എനിക്ക് മാത്രമുള്ളതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, എന്റെ ഉമ്മത്തിന് മുഴുവനുമുള്ളതാണിത്. ആരാണോ ഈ രൂപത്തിൽ ജീവിക്കുന്നത്, അല്ലാഹനെ അനുസരിച്ചുകൊണ്ട്,
അള്ളാഹനെ അനുസരിച്ചുകൊണ്ട് പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മുഴുവനും ലഭിക്കുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് തള്ളിക്കളയുകയില്ല. നെഞ്ചോട് ചേർക്കുക പ്രവാചകന്റെ വചനങ്ങളെ, നെഞ്ചോട് ചേർക്കുക പ്രമാണങ്ങളെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ രൂപത്തിലുള്ള വിശ്വാസവും ആ രൂപത്തിലുള്ള അമലുകളുമായിട്ട് പാതയത്തെ ഒരുക്കുവാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഇതാണ് ഒരുക്കം. അന്ത്യയാത്രക്കുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പറയാണ്, യബ്നു ഉമർ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം കേട്ടോ, ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം കേട്ടോ. ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക, ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക. അറബികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം അത് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കും. കാരണം തങ്ങളുടെ യാത്രാ മാർഗമായ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് മാസങ്ങളോളം യാത്ര ചെയ്യുന്ന ആളുകളാണവർ. തങ്ങളുടെ കച്ചവട വസ്തുക്കളുമായി കൊണ്ട് ഷാമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ഒട്ടകപ്പുറത്ത് തങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ട്, തങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രമുണ്ട്, തങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളമുണ്ട്. ഇതൊക്കെയും വഹിച്ചുകൊണ്ട് യാത്ര പോകുമ്പോ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച കണ്ടാൽ ഒരൽപ്പസമയം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി അവർ ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോ ഒരിക്കലും അവർ ചിന്തിക്കാറില്ല ഇത് കാലാകാലം വിശ്രമിക്കാനുള്ള ഇടമാണെന്ന്. യാത്രക്കാരന്റെ വിശ്രമം അങ്ങനെയാണ്. അവനറിയാം അവന്റെ യാത്രയുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്നുള്ളത്. ആ ലക്ഷ്യസ്ഥാനത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവന്റെ യാത്രയുടെ ഇടയിൽ അവൻ വിശ്രമിക്കുക. ആ രൂപത്തിലായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതം എന്നുള്ളതാണ്. മനുഷ്യന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നാളെ പരലോകമാണ്. ആ പരലോകത്തേക്കുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല നമ്മുടെ യാത്ര എത്ര ദൂരം പിന്നിട്ടിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു യാത്ര, ഈ ദുനിയാവിന്റെ ഒരു യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാറില്ലേ പ്രിയപ്പെട്ടവര്? എത്ര കൂട്ട് ഡ്രസ്സ് എടുക്കണം, മരുന്നുകളൊക്കെ എടുത്തിട്ടില്ലേ? ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി തയ്യാറെടുപ്പ് നടത്താറില്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഏത് നിമിഷവും മടങ്ങേണ്ടി വരുന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ആ ഉറപ്പ് കിട്ടിയ നമ്മൾ എത്രത്തോളമാണ് ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങിയത് എന്നുള്ളതാണ്. ആ ഒരുക്കത്തിന് വേണ്ടിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇബ്നു ഉമറേ, ദുനിയാവിൽ കാലാകാലം ഉണ്ടാവും എന്നല്ല വിചാരിക്കേണ്ടത്. ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, ഒരു അപരിചിതനെ പോലെയാണ്. ഇത് കേട്ടതിനു ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ അംസൈത ഫലാ തന്തദിരി സബാഹ് ഫഇദാ അസ്ബഹത ഫലാ തന്തദിരിൽ മസാ. ഒരു വൈകുന്നേരം സമാഗതമായി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ സുബഹിയിലേക്ക് ആയുസ്സുണ്ടാകുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഇനി എങ്ങാനും ഒരു സുബഹിയിലേക്ക് നിങ്ങൾക്ക് ആയുസ് കിട്ടിയാൽ അതുപോലെ തന്നെ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ആയുസ് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഖുദ് മിൻ സിഹ്ഹതിക ഇലാ മറദിക വമിൻ ഹയാതിക ഇലാ മൗതിക. നിന്റെ ആരോഗ്യത്തിൽ നിന്നോ നിന്റെ രോഗാതുരമാകുന്ന കാലഘട്ടത്തിലേക്കുള്ളത് നീ എടുത്തു വെച്ചോ, നീ സമ്പാദിച്ചോ. നിന്റെ ജീവിതത്തിൽ നിന്നോ നിന്റെ മരണത്തിലേക്കും മരണാനന്തര ജീവിതത്തിലേക്കുമുള്ളത് നീ ഒരുങ്ങിക്കോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, പറയുമായിരുന്നു. എത്രയോ മരണങ്ങൾ നമ്മൾ കണ്ടവരാണ്, എത്രയോ ഖബറുകൾ നമ്മൾ സന്ദർശിച്ചവരാണ്. ആ മരണത്തെയും പരലോകത്തെയും ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് പോലും അധികരിപ്പിക്കാൻ നബി പറഞ്ഞത്. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, സൂറൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിശ്ചയമായും അത് ആഖിറത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അല്ലാതെ ആ ഖബറിലുള്ള ആളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ശിർക്കിലകപ്പെടാൻ വേണ്ടിയിട്ടല്ല. എന്തിനാണ് ഖബർ സന്ദർശിക്കുന്നത് എന്നറിയോ? ഖബർ സന്ദർശിക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നാളെ ഞാനും വന്ന് കിടക്കാനുള്ളതല്ലേ എന്ന ബോധ്യപ്പെടുത്തലാണ്. ആ ബോധ്യപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ്, ആ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു. ഖബർ കാണുമ്പോഴേക്കും അവിടുന്ന് കരയുമായിരുന്നു. കാരണം എന്താണെന്നറിയുമോ? ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ,
നിശ്ചയമായും പരലോക ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനമാകുന്നു ഖബറോ. ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. ആരെങ്കിലും ഖബറിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതെല്ലാം അവന് എളുപ്പമായിരിക്കും. ആരെങ്കിലും ഖബറിൽ രക്ഷപ്പെട്ടില്ല എന്ന് വിചാരിക്കുക, ശേഷമുള്ളത് അതിനേക്കാളും കടുപ്പമേറിയ ജീവിതമായിരിക്കും. അതുകൊണ്ട് ഖബറിൽ രക്ഷപ്പെടണം. ആ ഖബറിൽ രക്ഷപ്പെട്ടാൽ പിന്നീടുള്ളതെല്ലാം രക്ഷയാണ്. അതിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അതുകൊണ്ടാണ് മാ റഅയ്തു മൻറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഹു മിൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഖബറിനേക്കാൾ ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. ഈ രൂപത്തിൽ ഖബറിന്റെ ഭയാനകമായ ഒരു ജീവിതത്തിലേക്കാണ് ആ മരണത്തോടു കൂടി മനുഷ്യനങ്ങ് പ്രവേശിക്കുന്നത്. എത്രയോ ഖബറുകൾ നമ്മൾ കണ്ടവരാണ്. ഖബറിലേക്ക് മയ്യത്തിനെ എടുത്തു വെച്ചുകൊണ്ട് 3 പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് ആ രൂപത്തിൽ അതാ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ആ ഖബർ അടക്കം ചെയ്തുകൊണ്ട് തിരിച്ചു പോന്നവരാണ്. നമ്മുടെ മനസ്സകങ്ങളിലേക്ക് കയറി വന്നിട്ടുണ്ടോ നമ്മുടെ മരണം? ലോകത്ത് ഏറെ പ്രസിദ്ധനായ അലക്സാണ്ടർ ചക്രവർത്തി, ചരിത്രം പഠിക്കുമ്പോൾ നമ്മളേറെ മനസ്സിലാക്കിയ അലക്സാണ്ടർ, മാസിഡോണിയയുടെ രാജകുമാരനായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായി തീർന്ന അലക്സാണ്ടർ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി, ഒരുപാട് ഖജനാവുകൾ അദ്ദേഹത്തിന്റെ അധീനതയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് പടയോട്ടം നടത്തി, ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി, ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയ ആ അലക്സാണ്ടർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നത് തന്റെ 30കളിലാണ്. 32 വയസ്സ് പ്രായത്തിലാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിന് ബാധിച്ച ഒരു രോഗത്താൽ ആ രോഗം അദ്ദേഹത്തെ കീഴടക്കി, മരണത്തിന് കീഴടങ്ങി അലക്സാണ്ടർ തന്റെ ഏറ്റവും ചെറുപ്പമുറ്റുന്ന പ്രായത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമുക്കൊക്കെ വലിയ ആത്മവിശ്വാസമാണ്. എന്റെ വല്യാപ്പ മരണപ്പെട്ടത് 75ാമത്തെ വയസ്സിലാണ്, എന്റെ വാപ്പ മരിച്ചത് 65ലാണ്, അപ്പൊ എനിക്കൊരു 60ഒക്കെ കിട്ടും എന്നൊരു വല്ലാത്തൊരു ആത്മവിശ്വാസം നമ്മളൊക്കെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നാവാ ഇനി നേരണ്ടല്ലോ, എനിക്കിപ്പോ 30 ആയിട്ടുള്ളൂ, 35 ആയിട്ടുള്ളൂ, 40 ആയിട്ടുള്ളൂ. ഈ സമയത്ത് ഒന്ന് ആഘോഷിക്കാതെ, ഈ സമയത്ത് ഒന്ന് മതി മറന്ന് ജീവിക്കാതെ പിന്നെ എപ്പോഴാണ്? അതുകൊണ്ട് നന്നാവാൻ എനിക്കിനിയും സമയമുണ്ട്, എനിക്കിനിയും ഒരുപാട് ആയുസ് ബാക്കിയുണ്ട്. പ്രിയപ്പെട്ടവരെ, കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ചെറിയ സാധനത്തിന് ഗ്യാരണ്ടി പറയാൻ കടക്കാരന് പറ്റും. ഇത് വാങ്ങിക്കൊണ്ടുവന്ന മനുഷ്യന്റെ ജീവിതത്തിന് എന്ത് ഗ്യാരണ്ടിയുള്ളത്? ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സാധനമാണ്. ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകും. ഞാൻ സൂചിപ്പിച്ചത്, അലക്സാണ്ടർ എന്ന് പറയുന്ന ചക്രവർത്തിയെ പറ്റി ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു മുസ്ലിമായ മനുഷ്യനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം തന്റെ ജനറൽസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞേൽപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച എന്റെ ഡോക്ടർമാരാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ പിശക്വരന്മാർ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാർ, അവരാണ് അലക്സാണ്ടറിനെ ചികിത്സിച്ചത്. ഇന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാം. അലക്സാണ്ടർ തന്റെ ജനറൽസിനോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ മരിച്ചു പോകുമ്പോ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച ആ ഡോക്ടർമാരാണ്. മാത്രമല്ല, എന്റെ 2 കൈകളും എന്റെ ശവമഞ്ചത്തിന് പുറത്തേക്ക് നിങ്ങൾ തൂക്കിയിടണം. വിചിത്രമാണ് കാര്യങ്ങൾ, എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ശവമഞ്ചത്തിന് പുറത്തേക്ക് കൈകൾ തൂക്കിയിടാറില്ല. എന്റെ 2 കരങ്ങളും ശവമഞ്ചത്തിന് പുറത്തേക്ക് നിങ്ങൾ തൂക്കിയിടണം. മൂന്നാമതായി ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ടുപോകുന്ന വഴികളിൽ എന്റെ സ്വത്തുക്കൾ, സ്വർണവും മുത്തുകളും പവിഴങ്ങളും വിതറിക്കൊണ്ടായിരിക്കണം എന്നെ കൊണ്ടുപോകുന്ന വഴികളിൽ നിങ്ങൾ അത് വിതരണം. ഇതൊക്കെ എഴുതിയെടുത്തു അവർ. ചക്രവർത്തിയുടെ വാക്കുകളാണ്, കൽപ്പനകളാണ്. അവസാനം അവർ ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇതിന്റെ പൊരുൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് പറഞ്ഞു തരൂ. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചിട്ട് പോലും മരണമെന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. ആ മരണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ ഡോക്ടർമാർക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് ലോകം മനസ്സിലാക്കട്ടെ. അദ്ദേഹം പറഞ്ഞ സത്യമാണ്. ഇതൊരു മുസ്ലിം മനസ്സിലാക്കിയതല്ല, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മനസ്സിലാക്കിയതല്ല. അദ്ദേഹം പറയാണ്, ലോകം മനസ്സിലാക്കട്ടെ, ഇത്രയും നല്ല ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും അലക്സാണ്ടറിന് ആയുസ് നീട്ടിക്കിട്ടിയിട്ടില്ല.
പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് കൈകൾ പുറത്തേക്ക് തൂക്കിയിടുന്നത്? ഞാൻ പടവെട്ടി കൂട്ടിയതൊന്നോ ഒന്നും കൊണ്ടുപോവാതെയാണ്, ഇരു കരങ്ങളും കാലിയാണെന്ന് ജനങ്ങൾ കാണട്ടെ. എന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഇവിടെ വിതറിക്കൊണ്ടാണ്, ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. മരണത്തോടുകൂടി സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ ഇവിടെ അവശേഷിക്കുകയാണ്. എന്റത് 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 എന്ന് പറഞ്ഞു വെട്ടിപ്പിടിച്ചതും പറ്റിച്ചു കൂട്ടിയതും തട്ടിച്ചതും എല്ലാം ഈ ലോകത്ത് വിട്ടേച്ചുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ കാണട്ടെ, എന്റെ സമ്പാദ്യങ്ങളൊന്നും കൊണ്ടുപോവാതെയാണ് ഞാൻ മരണപ്പെട്ടു പോകുന്നത് എന്ന് ജനങ്ങൾ കാണട്ടെ. ഇതൊരു തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ. ഒരു സത്യവിശ്വാസിയല്ലാത്ത മനുഷ്യന് പോലും ഈ രൂപത്തിൽ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിൽ വിടവാങ്ങുന്നതിന് മുമ്പ് നാം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ട മേഖലകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, ഇഹ്തനിം ഖംസൻ ഖബ്ല ഖംസീൻ, 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഏതാണ് 5 കാര്യങ്ങൾ? ഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണം വരുമെന്നത് സത്യമാണ്. ആ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. വസിഹതക ഖബ്ല സഖമിക, രോഗം വരും എന്നത് സത്യമാണ്. രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നന്നായി നീ ഉപയോഗപ്പെടുത്തിക്കോ. വഫറാഗക ഖബ്ല ശുഗ്ലിക, ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതം നിനക്ക് വരാനുണ്ട്. ആ തിരക്ക് പിടിച്ച ജീവിതം വരുന്നതിന് മുമ്പ് നിനക്ക് ലഭിക്കുന്ന ഒഴിവ് സമയമുണ്ടല്ലോ, ആ ഒഴിവ് സമയത്തെ നന്നായി നീ ഉപയോഗപ്പെടുത്തിക്കോ. വശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം നിന്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്നുണ്ട്. നിന്റെ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ ചോര തിളക്കുന്ന പ്രായമുണ്ടല്ലോ, നിന്റെ ചെറുപ്പമുണ്ടല്ലോ, നിന്റെ യൗവനമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നീ ഉപയോഗപ്പെടുത്തിക്കോ. വഗിനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. ആ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് അല്ലാഹു നൽകിയ സമ്പത്തിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചോ, നീ ഉപയോഗപ്പെടുത്തിക്കോ. 5 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. മരണത്തിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കോ, രോഗത്തിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തിക്കോ, തിരക്കിന് മുമ്പ് ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തിക്കോ, വാർദ്ധക്യത്തിന് മുമ്പ് ചെറുപ്പത്തെ യൗവനത്തെ ഉപയോഗപ്പെടുത്തിക്കോ, ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ സമ്പത്തിനെ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആയുസ്സിനെ അവന് തൃപ്തിയുള്ള മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മരണത്തിലേക്കും അന്ത്യയാത്രക്കും വേണ്ടി ഒരുങ്ങുവാൻ നാം സന്നദ്ധമാവേണ്ടതുണ്ട്. ആ സമയത്തൊരു തിരിച്ചുവരവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടികൂടുന്ന സമയത്ത് ഒരു തിരിച്ചുവരവില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ നമ്മെ പഠിപ്പിക്കുകയാണ്, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അതാ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവര് വിളിച്ചു പറയും, എന്റെ റബ്ബേ എന്നെ ഒന്ന് മടക്കിത്താ, എന്നെ ഒന്ന് മടക്കിത്താ റബ്ബേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഞാൻ ഉപേക്ഷ വരുത്തിയ കുറെ കാര്യങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട് റബ്ബേ ഞാൻ ചെയ്യാതെ പോയതോ. എന്റെ നമസ്കാരങ്ങൾ ശരിയായിരുന്നില്ല, എന്റെ വിശ്വാസ കാര്യങ്ങൾ ശരിയായിരുന്നില്ല, ഞാൻ ശരിക്ക് സകാത്ത് കൊടുത്തിട്ടില്ല, ഞാൻ സ്വതക്കയുടെ കാര്യത്തിൽ മുന്നിൽ നിന്നവളല്ല, നാട്ടിൽ ഞാൻ ദഅവത്ത് നിർവഹിച്ചിട്ടില്ല, ഒരു നന്മയും എന്റെ ജീവിതത്തിൽ വേണ്ടോളം ഉണ്ടായിട്ടില്ല. സമയമുണ്ടല്ലോ, ആകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്തിച്ചു നിന്നതാണ്. അതുകൊണ്ട് അല്ലാഹ് ഒന്ന് എനിക്കൊരു അവസരം കൊണ്ട് റബ്ബേ, ഒരുപാട് ഞാൻ വിട്ടേച്ചു പോയ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഒരു നിമിഷം എന്നെ ഒന്ന് വിട്ടേക്ക് റബ്ബേ, എന്റെ ആയുസ് ഒന്ന് നീട്ടിത്താ റബ്ബേ എന്ന് പറയുമ്പോ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ട, അത് വെറും വർത്തമാനമാണ്. അത് പറയുന്നവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യൂ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പുനരുത്ഥാന നാൾ വരെ അവർക്ക് പിന്നിൽ അവരുടെ ബർസഖിയായ ജീവിതമാണ്, ഖബറിലെ ജീവിതമാണ്. ആ ഖബറിന്റെ ലോകത്തേക്ക്, ബർസഖിയായ ലോകത്തേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ആ മരണം വന്നെത്തുമ്പോ
ആ മരണം തൊട്ടു മുന്നിൽ കാണുമ്പോൾ തിരിച്ചു നടക്കാമെന്ന് വിശ്വസിച്ചാൽ അത് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. ജീവിതത്തിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അള്ളാനെ മാത്രം വിളിച്ചുകൊണ്ട് തേടിക്കൊണ്ട് തൗഹീദ് ഏറ്റവും കൃത്യമായ നിലക്ക് പുലർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കലർപ്പില്ലാത്ത ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉദാഹരണങ്ങൾ, ചരിത്രത്തിലെമ്പാടും ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ കിടന്ന് മരിച്ച, ഷഹീദായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് ഇസ്ലാമിന്റെ ഭൂമികയിൽ അദ്ദേഹം ജീവിച്ചത് എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രം ഇസ്ലാമിന്റെ ഭൂമികയിൽ ജീവിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തന്റെ 30കളിലാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നത്. ഒരു ചെറുപ്പക്കാരനായിക്കൊണ്ട്, ഒരു യുവാവായിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്നറിയുമോ? സഅദിന്റെ മരണത്താൽ അല്ലാഹുവിന്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടിരിക്കുന്നു, അർശ് കുലുങ്ങിപ്പോയിരിക്കുന്നു. ആ അർശിനെ വഹിക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ചെവിക്കുറ്റി മുതൽ ഷോൾഡർ വരെയുള്ള അകലമെന്ന് പറയുന്നത് 500 വർഷത്തെ പടിദൂരമാണ്. ആ രൂപത്തിലുള്ള അതികായന്മാരായ മലക്കുകൾ വഹിക്കുന്ന അല്ലാഹുവിന്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എത്രമാത്രമാണ് തന്റെ ജീവിതത്തെ ഒരുക്കിയത് പ്രിയപ്പെട്ടവരെ. തന്റെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹു ഒരുങ്ങിയ ഒരുക്കമെന്താ? വെറും 5-6 കൊല്ലം, 5-6 വർഷമാണ് ഇസ്ലാമിന്റെ ഭൂമികയിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹാബത്ത് കേൾക്കുമാറ് പറഞ്ഞു, ആരെങ്കിലും ഖബറിലേക്ക് ഒരു മനുഷ്യനെ എടുത്തു വെക്കുമ്പോ ഖബർ കൂട്ടിപ്പിടിക്കുമെന്നാണ്, ഖബർ ഇങ്ങനെ ചേർത്ത് പിടിക്കുമെന്നാണ്. ആരെങ്കിലും ഖബറിന്റെ കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നല്ലോ. അത് സഅദിന്റെ ദറജ ബോധ്യപ്പെടുത്തിയതാണ്. ഒരാളും രക്ഷപ്പെടില്ല. മരണത്തിന്റെ വേദനയിൽ നിന്നോ ഖബറിന്റെ കൂട്ടിപ്പിടുത്തത്തിൽ നിന്നോ ഒരാളും തന്നെ രക്ഷപ്പെടുകയില്ല. ഇത് ബോധ്യപ്പെടുത്തുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. റസൂലുള്ള പോലും അതാ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചിട്ട് തന്റെ അടുത്തുള്ള തോൽപാത്രത്തിലെ വെള്ളത്തിൽ തന്റെ കൈകൾ വെച്ചിട്ട് നെറ്റിത്തടം ഇങ്ങനെ തടവിക്കൊണ്ട് റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട്, യാ ആയിഷ, യാ ആയിഷ, ഇന്നലിൽ മൗതി സക്കറാത്ത്. നിശ്ചയമായും മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. തന്റെ അന്ത്യസമയത്തെ വേദനയുടെ അംശങ്ങളെ പോലും തന്റെ ഉമ്മത്തിന് പകർന്നു കൊടുത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ വേദന എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ മരണം പോലെയല്ല സത്യനിഷേധിയുടെ മരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ താരതമ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ മരണത്തെ രുചി നോക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. എത്ര വിശ്വാസിയാണെങ്കിലും ആ മരണത്തിന്റെ വേദന അനുഭവിക്കും. പക്ഷേ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാതിരിക്കാൻ നിർവാഹമില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദന നമുക്ക് കുറച്ചു തരും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് പ്രകാരമാണ്. നിറച്ചു വെച്ച വെള്ളപ്പാത്രം ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം സുഗമമായി വെള്ളം പുറത്തേക്ക് നിർഗളിക്കുമോ അതുപോലെയാണ് ഒരു സത്യവിശ്വാസിയുടെ റൂഹ് പുറത്തേക്ക് വരിക. ഒരു സത്യവിശ്വാസിയുടെ റൂഹ പ്രകാരമാണ് പുറത്തേക്ക് വരിക. എന്നാൽ ഒരു സത്യനിഷേധിയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ, ഒരു സത്യനിഷേധിയായ മനുഷ്യനാണ്, ദുർമാർഗിയായ മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ അയാളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ, മലക്കുകളെ കാണുമ്പോഴേക്കും ആ റൂഹ് ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോ നനഞ്ഞതായ പഞ്ഞിക്കെട്ടിൽ
നനഞ്ഞതായ പഞ്ഞിക്കട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന കമ്പി കഷ്ണം അത് വലിച്ച് പറിച്ച് പുറത്തേക്ക് എടുക്കുന്നത് പോലെ ആ റൂഹിനെ ശരീരത്തിൽ നിന്ന് മലക്കുകൾ വേർപെടുത്തുമെന്നാണ്. മർദ്ദിച്ചുകൊണ്ട്, പ്രയാസപ്പെടുത്തിക്കൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും ആ റൂഹിനെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് എടുക്കുക. ഇതാണ് സത്യവിശ്വാസിയുടെ മരണവും സത്യനിഷേധിയുടെ മരണവും തമ്മിലുള്ള മാറ്റമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന്റെ വേദന ലഘൂകരിച്ചു കിട്ടാൻ അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. നാം സൂചിപ്പിച്ചതോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്താൽ അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സഅദ് റളിയല്ലാഹു അൻഹു ഒരുങ്ങിയ ഒരുക്കമാണ് നമുക്കും ഒരുങ്ങാനുള്ളത്. അല്ലാഹ് എന്ന വിളിയല്ലാതെ മറ്റൊരു വിളിയില്ല, അള്ളാഹിനോടുള്ള തേട്ടമല്ലാതെ മറ്റൊരു തേട്ടമില്ല. ഇത് തന്നെയാണ് ഏറ്റവും മികച്ച ഒരുക്കം. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. തന്റെ ഗോത്രങ്ങൾ മുഴുവനും ആ ഗോത്രത്തിലേക്ക് മുഴുവനും ദഅവത്ത് ചെയ്തുകൊണ്ട് അതാ കൂട്ടം കൂട്ടമായി ആളുകൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അൻസാരികളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിലേക്കുള്ള വിളിയാളം ഉണ്ടായപ്പോ, ബദർ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായപ്പോ അൻസാരികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് അഭിപ്രായം തേടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലതാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, റസൂലുള്ളാഹിക്ക് കൊടുത്ത ഒരു ധൈര്യവും ഉറപ്പുമുണ്ട്. റസൂലേ, ആ പർവ്വതത്തിന് മുകളിലേക്ക് കയറാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കയറും നബിയേ. സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചാടും നബിയേ. ഓ മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാമെന്ന് ബനൂ ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ നന്ദികേടിന്റെ വാക്കും വർത്തമാനവും ഞങ്ങൾ പറയില്ല നബിയേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിക്ക് ധൈര്യം നൽകിയ സ്വഹാബിയാണ്, റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന സഅദാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹു അതാ റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് ഷഹാദത്ത് വരിക്കുന്നത്. ഖന്തഖ് യുദ്ധത്തിൽ പറ്റിയ പരിക്ക് മൂലം ആ പരിക്ക് മൂർച്ഛിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. ആ സഅദ് റളിയല്ലാഹു അൻഹു 6-7 കൊല്ലം കൊണ്ട് നേടിയെടുത്ത വിശ്വാസ വിശുദ്ധിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിയുണ്ട്. ദീനുൽ ഇസ്ലാമിനെ ആ രൂപത്തിൽ നെഞ്ചോട് ചേർക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും അധികം നിസ്സഹായനായി പോകുന്ന ഘട്ടമെന്ന് പറയുന്നത് അയാളുടെ മരണത്തിന്റെ സന്ദർഭം തന്നെയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓർമ്മപ്പെടുത്തുകയാണ്. ആ റൂഹങ്ങ് തൊണ്ടക്കുഴിയിൽ വന്നെത്തിക്കഴിഞ്ഞാൽ, ആ റൂഹങ്ങ് പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ബാപ്പ മരിച്ചു പോകുമ്പോ അരോഗ ദൃഢഗാത്രരായ 10-12 മക്കൾ ചുറ്റും കൂടിയിട്ടുണ്ട്. ബാപ്പാനെ രക്ഷിക്കുവാനോ പിരിഞ്ഞു പോകുന്ന റൂഹിനെ തിരിച്ചു കൊണ്ടുവരാനോ ആ മക്കൾക്കാർക്കും സാധിക്കുന്നില്ല. അവരുടെ ആഡംബര കാറുകൾ പുറത്തുണ്ട്, ഒരുപാട് കുടുംബാംഗങ്ങളും ബന്ധുക്കളും വന്നെത്തിയിട്ടുണ്ട്, ഒരുപാട് ഡോക്ടർമാർ അവിടെ അപ്പുറത്തുണ്ട്. ആർക്കും അതാ പിരിഞ്ഞു പോകുന്ന റൂഹിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിസ്സഹായതയാണത്. ആ സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവരോട് ഏറ്റവും അടുത്തത് നാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെല്ലുവിളിയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിരിഞ്ഞു പോകുന്ന റൂഹിനെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്കാർക്കും സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. എന്നാൽ ആ രൂപത്തിൽ പിരിഞ്ഞു പോകുമ്പോഴും സമാശ്വാസം ലഭിച്ചുകൊണ്ട്, സമാധാനം ലഭിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യമുണ്ടെങ്കിലോ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫുസ്സിലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തെ പറ്റി പഠിപ്പിക്കുകയാണ്. ആർക്കാണ് അനുഗ്രഹം ലഭിക്കുന്നതെന്നറിയുമോ? ഒരുങ്ങി ജീവിക്കുന്ന ആളുകൾക്ക്. ഇങ്ങനെ ഒരു മരണം ഉണ്ട് എന്നുള്ള ചിന്ത വേണം മനസ്സിൽ.
ആ ചിന്തയോടുകൂടി ഒരുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് കിട്ടുന്ന ഒരു മരണത്തെ പറ്റി പഠിപ്പിക്കുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച ആളുകളോ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പ്രഖ്യാപിച്ച ആളുകൾ കേവലം നാവുകൊണ്ട് പ്രഖ്യാപിക്കുക മാത്രമല്ല, സുമ്മസ്തഖാമൂ, പിന്നീട് ആ പ്രഖ്യാപനത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഇസ്തിഖാമത്തോടുകൂടെ നേരെ ചൊവ്വായ മാർഗത്തിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, എന്താണ് ആ വഴി എന്നറിയുമോ? എന്താണ് ആ നേരെ ചൊവ്വയെന്നറിയുമോ? അല്ലാഹു അല്ലാതെ ഒരു ഇലാഹിലേക്കും തിരിഞ്ഞു നോക്കാത്ത ജീവിതമാണതോ. എന്തിനും അല്ലാഹ് മതി, എല്ലാ കാര്യത്തിനും അല്ലാഹ് മതി എന്ന ബോധ്യത്തിലുള്ള ജീവിതമാണ് ഇസ്തിഖാമത്ത്. ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മരണത്തിന്റെ സന്ദർഭത്തിൽ അതാ മലക്കുകൾ ഇറങ്ങി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മലക്കുകൾ ഇറങ്ങി വരുന്ന രൂപം വളരെ സുദീർഘമായി പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. ബറാ ഇബ്നു ഹാസിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലൊക്കെ അതിന്റെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. വളരെ ചുരുക്കി മാത്രം സൂചിപ്പിക്കുകയാണ്. ആ കടന്നു വരുന്ന മലക്കുകളുടെ രൂപം പോലും പഠിപ്പിച്ച റസൂലുള്ളാഹ് ഒരു മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ സൂദൽ വുജൂഹ്, മലക്കുകളുടെ മുഖം പോലും ഇരുണ്ട മുഖമാണ്, ഭീതിതമാണ്, ഭയപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? ഈ റൂഹങ്ങ് പിരിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മളൊക്കെ സമാധാനത്തോടു കൂടി നമ്മുടെ കിടക്കപ്പായിലേക്ക്, നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവും. രാത്രി കടന്നുറങ്ങും. പ്രിയപ്പെട്ട ഭാര്യ തൊട്ടടുത്തുണ്ട്, ഭർത്താവ് തൊട്ടിപ്പുറത്തുണ്ട്, കയ്യകലത്തിലുണ്ടല്ലോ, സമാധാനത്തിൽ നമ്മൾ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തിന്റെ സന്ദർഭമാണെങ്കിൽ ആ വേദനയങ്ങ് ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യകലത്തിൽ ആളുണ്ടായിട്ട് കാര്യമില്ല, നിങ്ങളുടെ കൈ അനങ്ങുകയില്ല. നിങ്ങൾക്ക് ആവോളം കരയണമെന്ന് തോന്നും, ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിൽ അവർ ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ നിങ്ങളുടെ കണ്ടത്തിൽ നിന്ന് ശബ്ദം ഉയരുകയില്ല, നിങ്ങൾക്ക് അനങ്ങാൻ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ടല്ലേ അല്ലാഹ് പറഞ്ഞത്, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തോന്നും, അതാ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ തൊട്ടടുത്ത് ഞാനാണല്ലോ. എന്നാൽ അല്ല കേട്ടോ, അവനോട് അവന്റെ കണ്ടനാടിയെക്കാളും അടുത്തത് അവന്റെ റബ്ബ് മാത്രമാണ്. അവനെ എല്ലാം അറിയുന്നത് അവന്റെ റബ്ബ് മാത്രമാണ്. ആ രൂപത്തിലതാ മരണത്തിന്റെ വേദന അങ്ങ് പ്രവേശിക്കുമ്പോ ആരാരും സഹായത്തിനില്ല. ബംഗ്ലാവിലാണ് താമസം, നല്ല ബെഡ്റൂമിലാണ് കിടത്തം, തൊട്ടടുത്ത് തന്നെ പ്രിയപ്പെട്ടവരുണ്ട്, തൊട്ടപ്പുറത്തെ റൂമിൽ ആ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ മക്കളുണ്ട്, അതാ ഭൃത്യന്മാരുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ആരാരും സഹായത്തിനെത്താത്ത ഒരു വേദന വരാറുണ്ട്. മലക്കിനെങ്ങനെ കാണും, ആ പിരിഞ്ഞു പോകുന്നവരും മലക്കിനെങ്ങനെ നോക്കും. ആ മലക്കിറങ്ങി വരുന്നത് അവരിങ്ങനെ കാണുമ്പോ ആ മലക്കിന്റെ രൂപം അവരെ വല്ലാതെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നല്ല മനുഷ്യരാണെങ്കിലോ, നല്ല മനുഷ്യന്മാരോ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലയിൽ കലർപ്പില്ലാതെ അള്ളാനെ മാത്രം വിളിച്ചു തേടിക്കൊണ്ട് ആ രൂപത്തിലുള്ള ഒരുക്കമൊരുങ്ങിക്കൊണ്ട് ജീവിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവരിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ മുഖം തുടുത്ത ഏറ്റവും നല്ല കാണാൻ ഭംഗിയുള്ള നമുക്ക് സമാധാനം കിട്ടുന്ന രൂപത്തിൽ പേടിപ്പെടുത്താത്ത മലക്കുകളാണ്. നമ്മളെ സമാധാനിപ്പിക്കുന്ന സമാശ്വാസം നൽകുന്ന മലക്കുകളാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, ആ രൂപത്തിൽ മലക്കുകൾ ഇറങ്ങി വരികയാണ്. എന്നിട്ടൊരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും നിസ്സഹായനായി നിൽക്കുന്ന മരണ സന്ദർഭത്തിൽ
നമ്മളോട് പറയുകയാണ്, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ട കേട്ടോ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള സ്വർഗ്ഗത്തെ പറ്റി ആലോചിച്ചു നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് ജീവിച്ചോളൂ. ഈ കുറഞ്ഞ സമയം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ സ്വർഗ്ഗത്തിലേക്ക് കിട്ടാനുള്ളത്. നിങ്ങളുടെ ബർസഖിയായ ലോകത്ത് പോലും ആ സ്വർഗത്തിന്റെ പരിമളമല്ലേ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം വേണ്ട, പേടി വേണ്ട, ബേജാറ് വേണ്ട. ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, ഞങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തവർ എന്ന മലക്കുകൾ ഈ പേടിക്കുന്ന മനുഷ്യനെ സമാധാനിപ്പിച്ചുകൊണ്ട് സമാശ്വസിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ആ മലക്കുകളുടെ ആശ്വാസം, അള്ളാഹ് അയച്ച ആ ആശ്വാസം ലഭിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ടെന്താ അവർ പറയുന്നത്? എന്നിട്ടെന്താണ് ആ മലക്കുകൾ പറയുന്നത്? ആ സ്വർഗമുണ്ടല്ലോ, അവിടെ നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് കിട്ടുന്നതാ. ചോദിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടും. നുസുലം മിൻ ഗഫൂരിർ റഹീം, പാപങ്ങൾ പുറത്തു തരുന്നവനായ കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ച വിരുന്ന് സൽക്കാരമത്രയാ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് അങ്ങക്ക് പോവാനുള്ളത്. അതുകൊണ്ട് ഒരു നിലക്കും നിങ്ങൾക്ക് പേടി വേണ്ട, ഒരു നിലക്കും നിങ്ങൾക്ക് സങ്കടം വേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ആ മലക്കുകൾ റൂഹ് പിടിക്കുന്നതെങ്കിൽ അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്ന മരണം? ആ രൂപത്തിലുള്ള ഒരു അന്ത്യം ഈ ലോകത്ത് കിട്ടണമെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം. നമ്മൾ വഴി പിഴക്കാൻ നമുക്ക് പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അദ്ദേഹം പറയുകയാണ്, കുൻതു ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയായിരുന്നു യാത്രയിൽ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോ എന്നെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാതി, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം, ചില കാര്യങ്ങൾ നിശ്ചയമായി ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയുകയാണ്. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം എന്താ? ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാ. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, വീണ്ടും പ്രവാചകൻ അത് ആവർത്തിക്കുകയാണ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ നിനക്കതാ നിന്റെ കൺമുന്നിൽ അല്ലാഹുവിനെ കാണാം, അല്ലാഹുവിന്റെ സഹായം നിനക്ക് കിട്ടുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടോ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവോട് മാത്രം ചോദിക്കണം കേട്ടോ. നീ സഹായം തേടുന്നുവെങ്കിൽ അല്ലാഹുവോട് മാത്രം നീ സഹായം തേടണം കേട്ടോ. വഅലം, നീ അറിഞ്ഞോ, അന്നൽ ഉമ്മത ലബിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക വലബിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക റുഫിഅത്തിൽ അഖ്ലാം വജുഫത്തിസ് സുഹുഫ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നീ അറിഞ്ഞോ മോനെ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും, ഈ സമൂഹം മുഴുവനും അവര് തീരുമാനിക്കുകയാണ് നിനക്കൊരു നന്മ വരുത്താൻ. പക്ഷേ അല്ലാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവര് മുഴുവനും വിചാരിച്ചാലും ഒരു നന്മയും നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുകയില്ല. ഇനി അവരെങ്ങാനും ഒത്തുചേർന്നിട്ടോ നിന്നെയൊന്ന് പ്രയാസപ്പെടുത്താൻ തീരുമാനിച്ചാൽ, നിനക്കൊരു നുറ് ബാധിക്കണമെന്ന് അവർ ആഗ്രഹിച്ചാലും, അവരതിനു വേണ്ടി ഗൂഢാലോചന നടത്തിയാലും, അള്ളാന്റെ കണക്ക് പുസ്തകത്തിൽ അള്ളാഹ് അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു നുറും നിന്നെ ബാധിക്കുകയില്ല, ഒരു പ്രയാസവും നിനക്ക് വരികയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാര്യങ്ങൾ എഴുതി കണക്കാക്കിയ പേനകൾ അത് ഉയർത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ, അത് എഴുതിയ ഏടുകളിലെ മഷികൾ ഉണക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ. പിന്നെന്താ ഒരു മനുഷ്യന് ബേജാറ്? പിന്നെന്തിനാണ് ഒരു മനുഷ്യന്റെ ബേജാറ്?
അതുകൊണ്ട് അള്ളാഹുവിൽ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹിനെ മാത്രം വിളിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പഠിപ്പിച്ചു കൊടുത്തതാണ്. ഈ രൂപത്തിൽ ജീവിക്കുന്നവരെ അള്ളാഹ് സംരക്ഷിക്കും, അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, എല്ലാ കാര്യങ്ങളിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹിനോട് മാത്രം ചോദിക്കുക. സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ സഹായം തേടുക എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം ഓരോ ദിവസവും നെഞ്ചത്ത് കൈകെട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രഖ്യാപിക്കുന്നതും അതുതന്നെയല്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നഅ്ബുദുക എന്നല്ല, നസ്തഈനുക എന്നല്ല, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ മാത്രത്തിലാണ് സ്വർഗം നമ്മെ കാത്തിരിക്കുന്നത്. അല്ലാഹുവിനെ ആരാധിക്കുന്നു, അവനോടൊപ്പം മറ്റു പലരെയും വിളിക്കുന്നു എന്നല്ലല്ലോ. അല്ലാഹ് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ. ഈ രൂപത്തിൽ അല്ലാഹുവിനോട് കരാറ് പുതുക്കുന്നവരാണ് നമ്മൾ. ഓരോ നമസ്കാരത്തിലും നിർബന്ധമായി നമ്മളത് ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഫാത്തിഹ സൂറത്തിന്റെ ഓരോ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഓതുമ്പോഴോ ആ നമസ്കാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? അവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന കരാറ് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെന്താ പറയുന്നറിയോ? ഹദാ ബൈനി വ ബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ. ഇതാകുന്നു ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറ്. ഇതാകുന്നു ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറ്. എന്താ കരാറ്? എന്നെ മാത്രം വിളിച്ചു തേടുക എന്നുള്ളത്. ഈ കരാറ് പാലിക്കുന്നിടത്തോളം വലിഅബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതൊക്കെയും ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് ചേർക്കണേ അല്ലാഹ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിനിരയായവരുടെ വഴിയിലല്ല, ശപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല, വഴിപിഴവ് സംഭവിച്ചു പോയവരുടെ വഴിയിലല്ല എന്നൊക്കെ പറഞ്ഞ് അല്ലാഹുവോട് പ്രാർത്ഥിക്കുമ്പോഴും അല്ലാഹ് തിരിച്ചു പറയും വലിഅബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കുന്നതാണോ. ഈ രൂപത്തിൽ നമ്മൾ എന്താണോ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ അവനെ മാത്രം വിളിച്ചു നേടിക്കൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. തഖ്വയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് കരുതി വെച്ചത്? അന്ത്യയാത്രക്ക് വേണ്ടി നാളെയുടെ ലോകത്തേക്ക് എന്താണ് നിങ്ങൾ കരുതി വെച്ചത് എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക. ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക, കരുതുക. നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്? നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് ആവർത്തിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഓരോരുത്തരും അവനവനോട് ചോദിക്കണമത്, ഞാൻ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്? ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ വസിനൂ അൻഫുസകും ഖബ്ല അൻ തുസനൂ. അല്ലാഹുവിന്റെ ഹിസാബ് അത് സത്യമാണ്. ആ ഹിസാബ് വരുന്നതിന് മുമ്പ് ഓരോരുത്തരും അവനവന്റെ കർമ്മങ്ങളെ, അവനവന്റെ വിശ്വാസങ്ങളെ ഒന്ന് വിചാരണ നടത്തണം. അള്ളാന്റെ മീസാൻ കൊണ്ടുവരുമെന്നത് സത്യമാണ്. ആ മീസാൻ കൊണ്ടുവന്നാൽ നമുക്കൊരു മടക്കമില്ല. അതുകൊണ്ട് ആ മീസാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് ഓരോരുത്തരും അവനവന്റെ മീസാൻ കൊണ്ട് അവനവന്റെ അമലുകളെ ഒന്ന് അളക്കണം. ഓരോ ദിവസവും കടക്കാൻ പോകുമ്പോ ഇന്ന് പുലർന്നത് മുതൽ ഈ സമയം വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആ ചെയ്ത കാര്യങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എത്ര, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലുള്ളത് എത്ര, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലാത്തൊരു ചോദ്യം. ഇത് നമ്മളോട് ചോദിക്കണം എന്നുള്ളതാണ്. സ്വന്തത്തെ വിചാരണ ചെയ്യണം. പലപ്പോഴും നമ്മൾ പലർക്കും മാർക്കിടാറുണ്ട്. ആളുകളെ പറ്റി നമ്മൾ പറയും,
കമ്മിറ്റിക്കാരെ പറ്റി പറയും, നേതാക്കളെ പറ്റി പറയും, അയൽവാസിയെ പറ്റി പറയും, വീട്ടിൽ കുടുംബനാഥനെ പറ്റി പറയും, വിദ്യാലയങ്ങളിൽ അധ്യാപകരെ പറ്റി പറയും. ഇങ്ങനെ പലരെ പറ്റിയും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് മാർക്കിട്ട് നടക്കുമ്പോ സ്വഹാബത്ത് അങ്ങനെയായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. അവരുടെ വിശ്വാസ രംഗത്തുള്ള വിശുദ്ധി, അവരുടെ തയ്യാറെടുപ്പ്, പരലോക ജീവിതത്തെ മുൻകണ്ടുകൊണ്ട് അവർ ഒരുങ്ങിയത് അങ്ങനെയായിരുന്നു. ഒരിക്കൽ മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. കരയുന്ന കരച്ചിലിൽ, ഓടുന്ന ഓട്ടത്തിൽ അദ്ദേഹം വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, നാഫഖ ഹംദല. ഹംദല മുനാഫിഖായി പോയി. കരയുന്ന മനുഷ്യൻ അയാളെ പറ്റി തന്നെ പറയാണ്, ഞാൻ മുനാഫിഖായി പോയല്ലോ. നാഫഖ ഹംദല. അങ്ങനെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓടിപ്പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടുത്തു നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യം തിരക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹിന്റെ വഅദ് കേൾക്കുമ്പോ, റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോ എനിക്ക് വല്ലാത്ത ഈമാനും തഖ്വയും ഇങ്ങനെ വർദ്ധിക്കാറുണ്ട്. എന്നാൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ കുടുംബത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ, എന്റെ കച്ചവടത്തിലേക്ക് ഞാൻ നീങ്ങിക്കഴിഞ്ഞാൽ, റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോൾ കിട്ടുന്ന അതേ ഈമാനും തഖ്വയും എനിക്ക് കിട്ടുന്നില്ല. അത് ഞാൻ മുനാഫിഖായത് കൊണ്ടാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നാഫഖ ഹംദല, ഈ ഹംദല മുനാഫിഖാണ് കേട്ടോ, എനിക്കങ്ങനെ തോന്നുന്നു. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുത്തുകയല്ല ചെയ്തത്. അതൊക്കെ സാധാരണമല്ലേ, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഈമാൻ വേറെ എവിടെ കിട്ടുക എന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിക്കല്ല. ഇത് കേട്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? ഇതാണ് താങ്കൾ പറഞ്ഞതിന്റെ കാരണമെങ്കിൽ കേട്ടോളൂ, നാഫഖ അബൂബക്കർ, ഈ അബൂബക്കറും മുനാഫിഖാണ് കേട്ടോ. താങ്കൾ പറഞ്ഞ അതേ അനുഭവം എനിക്കുമുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുമ്പോഴതാ മൂന്നാമനായിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അദ്ദേഹവും കാര്യം തിരക്കുകയാണ്. കാര്യമറിഞ്ഞപ്പോൾ അദ്ദേഹവും പ്രഖ്യാപിക്കുകയാണ്, നാഫഖ ഉമർ. അങ്ങനെയാണെങ്കിൽ ഉമർ മുനാഫിഖാണ്. അങ്ങനെ മൂന്ന് പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന രൂപത്തിലാണ് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, എന്റെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈമാനും തഖ്വയും അതേ അളവിൽ തന്നെ എല്ലാ സമയത്തും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് നിങ്ങളെ മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. ഈമാൻ നന്നായി വർദ്ധിക്കുന്ന ഘട്ടവുമുണ്ട്, ഈമാൻ ഇങ്ങനെ കുറഞ്ഞൊരു കുന്നിക്കുരുവോളമാകുന്ന ഘട്ടവുമുണ്ട്. അതുകൊണ്ട് ഈമാനിനെ പുതുക്കാനും ഈമാനിനെ വർദ്ധിക്കാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്, ഇതുപോലെയുള്ള വഅദുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ജുമുഅ ഖുതുബകളിൽ നമുക്ക് കിട്ടുന്നതാണ്, പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ കിട്ടുന്നതാണ്, നല്ല ഒരു സദസ്സിൽ പോയി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ്ജം അതാണ്. നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ തഖ്വയെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഇതൊക്കെ പറയുന്ന ആൾക്കാർ? ഈ രൂപത്തിൽ ഞങ്ങൾക്ക് നിഫാഖാണ്, ഞങ്ങൾക്ക് ഈമാന് കുറവാണ്, ഞങ്ങളൊന്നും പോരാ, ജീവിച്ചാ പോരാ എന്നൊക്കെ പറഞ്ഞ് റസൂലിനോട് പരാതി പറയാൻ പോകുന്ന ഈ ആൾക്കാരെ ദർജ എന്താണ്, സ്ഥാനം എന്താ? ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഇന്ന് പലരെയും വലിയാക്കി നടക്കുന്നുണ്ടല്ലോ, വലിയാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണല്ലോ. പല സ്ഥലങ്ങളിലും അത്ഭുതപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. വലിയ പോസ്റ്ററൊക്കെ അടിച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ, പണ്ഡിത വേഷധാരികൾ വലിയ പോസ്റ്ററുകൾ അടിച്ചുകൊണ്ട്, എന്താ വിഷയം എന്നറിയോ? മുദബ്ബിറുൽ ആലം CM മടവൂർ വലിയുല്ലാഹി, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. ഒന്ന് ആലോചിച്ചു, ഒരു മനുഷ്യനെ പറ്റി പറയാം, ലോകം നിയന്ത്രിക്കുന്നത് ഇയാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വെച്ചത് എവിടെയാണ് അല്ലാഹുവിനെ പറ്റി ഇവർ മനസ്സിലാക്കിയത്? മനുഷ്യന്മാരെ പറ്റി ഈ രൂപത്തിലുള്ള വിശ്വാസവും പേറിക്കൊണ്ട് നടന്നാൽ ഏത് സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരിക്കുന്നത്? നരകത്തിൽ പോയി കിടക്കേണ്ടി വരില്ലേ? ഈ രൂപത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവരോട് തേടിക്കഴിഞ്ഞാൽ, ആ രൂപത്തിലുള്ള വിശ്വാസവുമായി കൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ പല ആളുകളും വിശ്വസിക്കുന്നതൊക്കെ വലിയ നല്ല കാര്യമല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതാ
ദൃശ്യമാധ്യമങ്ങളിൽ പലരും ഇങ്ങനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിവിൻ നിലാവിന്റെ നിലാപ്പെയ്ത്തിലോ നൂറെ ഹബീബിന്റെ തിളക്കത്തിലോ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ കർമ്മത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് പിഴച്ചുപോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് നമുക്ക്. നമ്മൾ വിചാരിക്കുക നമുക്ക് വലിയ തഖ്വ ഈമാനും കൂടിയതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ആത്മീയ തട്ടിപ്പുകളിൽ നമ്മൾ പെട്ടുപോകുന്നത്, ജാറങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഈമാൻ ശരിയായിട്ടില്ല, പൂർണ്ണമായിട്ടില്ല, ഇനിയും നേടാനുണ്ട് എന്ന വല്ലാത്ത ആർജവവും ആവേശവുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ രൂപത്തിൽ നാഫഖ എന്ന് പറഞ്ഞ് റസൂലിന്റെ അടുത്തേക്ക് കരഞ്ഞു പോയ ആ മനുഷ്യന്മാരാരായിരുന്നു? നമുക്ക് യാതൊരു സംശയവുമില്ലല്ലോ, അള്ളാന്റെ വലിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന കാര്യത്തിൽ. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്, നാഫഖ അബൂബക്കർ, ഈ അബൂബക്കറിന് പോലും നിഫാഖ് സംഭവിച്ചോ എന്ന് സംശയമാണെന്ന്. ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഈമാൻ എന്താ, തഖ്വ എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫളീലത്ത് എന്താ, ശ്രേഷ്ഠത എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ദീനിന്റെ കാര്യത്തിൽ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ചില സ്ത്രീകൾ വന്ന്, ആ സ്ത്രീകൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ സ്ത്രീകൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സലാം പറച്ചിൽ കേൾക്കേണ്ട താമസം റസൂലുള്ളാഹിന്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകളൊക്കെ തട്ടം ഒന്നുകൂടി ഒന്ന് ശരിയാക്കി. ശരിക്കുള്ള തട്ടം തന്നെയാണ്, ഒക്കെ മറിഞ്ഞിട്ടുണ്ട്. എന്നാലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സലാം കേട്ടപ്പോൾ ഒന്നുകൂടി തട്ടം ശരിയാക്കി. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പുഞ്ചിരിച്ചു എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് അതിനേക്കാളും എന്ത് പ്രാധാന്യമാണ് നിങ്ങൾ എനിക്ക് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സ്ത്രീകൾ തിരിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ താങ്കളുടെ അത്രയും കാർക്കശ്യക്കാരനല്ല, താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല, ദീനിന്റെ വിഷയങ്ങളിൽ താങ്കൾ അത്രയും പരുഷമായി ഞങ്ങളോട് പെരുമാറിയേക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകാരമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരു വഴിയുടെ ഒരറ്റത്ത് ഉമറിനെ കണ്ടാൽ ആ വഴിയുടെ മറുഭാഗത്ത് പോലും പിശാച് പ്രവേശിക്കില്ല. ഒരു വഴിയുടെ ഒരറ്റത്ത് ഉമർ നിന്നാൽ ആ വഴിയുടെ മറ്റേ അറ്റത്ത് പോലും പിശാച് കടന്നു വരില്ല എന്ന് പറഞ്ഞ ഈമാനിന്റെ നിറകുടമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നാഫഖ ഉമർ, ഈ ഉമറിന്റെ വിശ്വാസം ശരിയായിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എന്ത് ഒരുങ്ങിയത്? ഈ നിമിഷം മരിച്ചു പോയാലേ നമ്മുടെ വിശ്വാസം നമുക്ക് സ്വർഗം നേടിത്തരുമോ? നമ്മൾ ചെയ്ത അമലുകൾ നമുക്ക് സ്വർഗം നേടിത്തരുമോ? ഈ ഒരു ആത്മപരിശോധനയാണ് ഉണ്ടാവേണ്ടത്. മൂന്നാമനാരാ? നാഫഖ ഹൻദല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന്റെ സവിധത്തിലേക്ക് ഓട്ടത്തിന് തുടക്കം കുറിച്ച ഹൻദല. ഹൻദലത്ത് ബിൻ അബീ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായ സ്വഹാബിയാണ്. ഉഹദിന്റെ രണാങ്കണത്തിലേക്കുള്ള വിളിയാളമുണ്ടായപ്പോ തന്റെ മണവാട്ടിയുടെ കൂടെ തന്റെ മണിയറയിൽ നിന്ന് ആ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കുതിച്ച സ്വഹാബിയാണ്. ഉഹദിന്റെ രണഭൂമിയിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ച സ്വഹാബിയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ രണഭൂമിയിൽ രക്തസാക്ഷികൾ ഓരോരുത്തരായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സഹാബിമാരതാ അത്ഭുത പരതന്ത്രരായിക്കൊണ്ട് റസൂലിന്റെ അടുക്കിലേക്ക് വരുന്നു. റസൂലേ, ഈ ഉഹദിന്റെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല, പക്ഷേ അതാ ഹൻദല മാത്രം കുളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹൻദല മാത്രം അതാ കുളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. രക്തസാക്ഷികളെ കുളിപ്പിക്കാറില്ല. ആ ചോരയോടുകൂടെ ആ രക്തത്തോടുകൂടെ തന്നെയാണ് അവരെ മറമാടുന്നത്. അതാ അവിടെ ഹൻദല മാത്രം കുളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണ്, അതാ ഹൻദലയെ മലക്കുകൾ കുളിപ്പിച്ചിരിക്കുന്നു. തന്റെ മണവാട്ടിയുടെ അടുത്ത് നിന്ന് തന്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് ജനാപത്തുകാരനായിട്ടാണ് ഹൻദല ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കുതിച്ചത്. അദ്ദേഹത്തിന് കുളിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഷഹീദായ സഹാബിയാണ്. ഹദീസിന്റെ ലോകത്ത് വസീലുൽ മലായിക എന്നാണ് അറിയപ്പെടുന്നത്. മലക്കുകളാൽ കുളിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ, മലക്കുകളാൽ കുളിപ്പിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ പറയാണ്, നാഫഖ ഹൻദല, ഈ ഹൻദലന്റെ വിശ്വാസം ഒന്നൊരു വിശ്വാസമല്ല. ആ മനുഷ്യനാണ് മലക്കുകൾ വന്ന് കുളിപ്പിക്കണം. ആലോചിച്ചു, അവരുടെയൊക്കെ വിശുദ്ധി എത്രയാണ്, എന്നിട്ട് അവർക്കത് തൃപ്തിയാവുന്നില്ല. നമ്മളൊക്കെ വിശ്വാസം എവിടെ?
നമ്മൾ അള്ളാനെ എന്താ ഏത് രൂപത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ കയറ്റി വെച്ചത്? മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്നുണ്ട്, എന്റെ ഖൽബിൽ അല്ലാഹുവാണ് എന്ന് പറയുന്നവന്റെ ഖൽബിൽ എത്രയെത്ര പടച്ചവന്മാരാണ്. ആ മുഹീദ്ദീൻ ശൈഖിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ, ഒന്ന് വെച്ചുകുത്തി വീഴാൻ പോയി കഴിഞ്ഞാൽ പോലും അമ്പറത്ത് തങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ആൾക്കാർ. പ്രിയപ്പെട്ടവരെ, തൗഹീദിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്, ഇസ്തിഖാമത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്, യഥാർത്ഥമായ ഒരു ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് നമ്മുടെ മരണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ പര്യവസാനത്തിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും മികച്ച ഒരുക്കം അത് ആരംഭിക്കേണ്ടത് തൗഹീദിൽ നിന്ന് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തന്നെയാണ്. എല്ലാം അർപ്പിക്കേണ്ടത് അവനിലാണ്, എല്ലാം ചോദിക്കേണ്ടത് അവനോടാണ്. അല്ലാഹു എന്നല്ലാതെ ഒരു വിളി നമുക്കില്ല, അല്ലാഹുവിനോടല്ലാതെ ഒരു ചോദ്യം നമുക്കില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തവക്കുൽ ഉണ്ടല്ലോ, എല്ലാം ആ റബ്ബിലേക്ക് അർപ്പിക്കുന്ന തവക്കുല്. വീടിന്റെ പണി നടക്കുമ്പോ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി കോലം നാട്ടി നിർത്തുന്ന ആൾക്കാർ, കരിങ്കണ്ണാ നോക്കുന്ന എഴുതി വെക്കുന്ന ആൾക്കാർ, ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ആ വണ്ടിന്റെ ചാവിയിൽ പോലും ഒരു പച്ച റിബൺ കെട്ടി നടക്കുന്ന ആൾക്കാർ, കൈത്തണ്ടയിൽ അരയിൽ ഒരു കുട്ടി പറന്നാൽ, ഗർഭിണിയായാൽ അവിടെയൊക്കെ ചരടിന്റെ മേളമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും നമ്മുടെ ഒരുക്കത്തിന് വിഘാതമാണ്, നമ്മളെ ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. അത്തമീമത്തു വത്തിവലതു ശിർകുൻ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏലസ് കെട്ടിക്കൊണ്ട്, ഉറുക്ക് കെട്ടിക്കൊണ്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി കൈ നീട്ടിയപ്പോ ആ കൈ വലിച്ചു കളഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ ആ വീടകം നന്നാവുകയുള്ളൂ. ആണുങ്ങൾ, കുടുംബനാഥന്മാർ, അവരെത്ര തന്നെ വിചാരിച്ചാലും ഉമ്മയുടെ മദ്രസയിൽ വെച്ചാണ് ഓരോ കുട്ടിയും ബാലപാഠം പഠിക്കുന്നത്. ഉമ്മ എങ്ങനെ നടക്കുന്നു എന്ന് കണ്ടാണ് ആ കുടുംബം നടക്കുന്നത്. നിങ്ങളാണ് ആ കുടുംബത്തെ നല്ല രൂപത്തിൽ നയിക്കണോ മോശപ്പെട്ട രൂപത്തിൽ നയിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ആദർശത്തിൽ യാതൊരു വിധത്തിലും ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചക്കും നാം തയ്യാറാവാൻ പാടില്ല. അള്ളാഹുവോട് മാത്രം വിളിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല, അവനെ മാത്രമേ വിളിച്ചു തേടാവൂ എന്ന വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് തീക്കുണ്ടാരത്തിന് മുന്നിൽ പോലും, നമ്രൂദ് ഒരുക്കിയ തീക്കുണ്ടാരത്തിന് മുന്നിൽ, നമ്രൂദിന്റെ കിരാതമായ നടപടിക്ക് മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമുണ്ടോ? ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു പോന്നവനാണോ? ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ മനസ്സകങ്ങളിൽ ഉണ്ടാവേണ്ടത്. കുട്ടികളില്ല, വർഷങ്ങളായി പ്രയാസപ്പെടുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. ഇന്ന സ്ഥലത്ത് ഒരു മക്ബറയുണ്ട്, അവിടെ ഒന്ന് ജാറം മൂടാം. ഇന്ന സ്ഥലത്ത് ഒരുപാട് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്, ആ വെള്ളം ഒന്ന് കുടിക്കാം. ഇങ്ങനെ പല രൂപത്തിൽ ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്തിനാണ്? നമ്മുടെ സ്വർഗത്തെ നശിപ്പിക്കാൻ, നമ്മളെ സ്വർഗത്തിൽ നിന്ന് അകറ്റി നമ്മളെ നരകത്തിന്റെ ആളുകളാക്കി തീർക്കാൻ പിശാച് പണിയെടുത്തുകൊണ്ടേയിരിക്കുമ്പോ അതിലൊന്നും പെടാതെ മാറി നടക്കുവാൻ, ഏത് ഘട്ടത്തിലും അല്ലാഹുവിൽ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, യഥാർത്ഥ സത്യവിശ്വാസികളാകുവാൻ, ഏറ്റവും നല്ല സത്യവിശ്വാസികളായി ജീവിക്കുക. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻഫാലിന്റെ രണ്ടാമത്തെ സൂക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ പറഞ്ഞ ആളുകൾ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ആളുകൾ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. എന്താണ് അവരുടെ പ്രത്യേകത? ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും, അല്ലാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾക്ക് വല്ലാതെ പേടി തോന്നാം, ഉള്ളിൽ ഒരു നേരിയ കരച്ചിലുണ്ടാവണം. ആ രൂപത്തിലുള്ള മനുഷ്യന്മാരാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈമാനതാങ് വർദ്ധിക്കുകയായി. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാം അവരുടെ രക്ഷിതാവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവർ. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ. അതാണ്
ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പടച്ചവനാണ് വിട്ടുകൊടുക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ ഗസയിലെ മക്കളെ, ഫലസ്തീനിലെ കുരുന്നുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർക്ക് ആദർശം പഠിപ്പിച്ചു കൊടുത്ത മാതാപിതാക്കളെ നമ്മൾ കാണുന്നില്ലേ? അവർ നമുക്ക് മിസാലുകളല്ലേ? അവർ നമുക്ക് മാതൃകകളല്ലേ? അവർ പറയാൻ എത്രയെത്ര ദുരന്തങ്ങളുടെ ഭൂമിയിൽ നിന്നുകൊണ്ടും വീട് നഷ്ടപ്പെട്ടവരും മക്കളെ നഷ്ടപ്പെട്ടവരും കുടുംബം നഷ്ടപ്പെട്ടവരും കൈകാലുകൾ നഷ്ടപ്പെട്ടവരും എല്ലാം നഷ്ടപ്പെട്ടവർ അവരവിടെ ഉറച്ചു നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് എന്തൊന്ന് പ്രഖ്യാപിച്ചോ അതേ പ്രഖ്യാപനം, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹ് പോന്നവനാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹ് പോന്നവനാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഏത് കിരാതനായ ഭരണാധികാരി വന്നാലും സത്യവിശ്വാസികൾക്ക് അവരുടെ ആയുധമുണ്ടല്ലോ, സത്യവിശ്വാസികൾക്ക് അവരുടെ ആയുധമുണ്ടല്ലോ. ഏതാണ് അവരുടെ ആയുധം? ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ. അല്ലാഹ് മതി, എന്റെ കാര്യങ്ങൾ അല്ലാഹുവിൽ ഞാൻ അർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ചോദ്യം തന്നെ അതല്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരേ, അള്ളാന്റെ അടിമക്ക് അല്ലാഹ് പോരെ എന്ന് അല്ലാഹ് നമ്മളോട് ചോദിക്കുമ്പോ തിരിച്ചു പടച്ചവനോട് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹ് മതി, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹ് പോന്നവനാണ് എന്ന് തിരിച്ചു പറയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഒരുങ്ങുക. നമ്മളെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമദാൻ മാസം, പരിശുദ്ധ റമദാൻ മാസത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. സഹാബത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, റസൂലുള്ളാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റമദാനിനെ ഞങ്ങൾക്ക് സമാഗതമാക്കി തരണേ. കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ സാധിച്ചോ? എന്നാൽ കഴിഞ്ഞ റമദാനിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല. ഞങ്ങളുടെ ആയുസ്സിന് എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ആഫിയത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഈ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ആയുസ് നൽകണേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, മൻ സാമ റമദാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടുകൂടെ, അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, വിശ്വാസത്തോടുകൂടെ പ്രതിഫലത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഇത്രമാത്രം വലിയ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹമായ റമദാൻ മാസം നമ്മളിലേക്ക് വരുമ്പോ ആ റമദാൻ മാസത്തിന് സ്വാഗതമോദാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ആ റമദാൻ മാസത്തിന് നമ്മൾ സ്വാഗതമോദുക? നമ്മളെ വീടുകളൊക്കെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ വൃത്തിയാക്കാറുണ്ട്, നനച്ചുകുളി നടത്താറുണ്ട്. അതിനേക്കാൾ ഏറെ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഹൃദയങ്ങൾക്കൊരു നനച്ചുകുളി വേണം, നമ്മുടെ മനസ്സുകൾക്കൊരു നനച്ചുകുളി വേണം. കാരണം എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ, നമ്മളൊരു യഥാർത്ഥ മുഅ്മിനായിട്ടില്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല, നമ്മുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കലർന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എല്ലാം അല്ലാഹു നശിപ്പിച്ചു കളയും. ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക വലിതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിലാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിലോ താങ്കളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്, ഏറ്റവും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശിർക്കിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, എല്ലാം അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട്, അവനോട് മാത്രം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, പരിശുദ്ധ റമദാൻ മാസം സമാഗതമായി കിട്ടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ദീനിന്റെ ദഅവത്തിന്റെ പാതയിൽ നമ്മൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഈ ഒരു ആദർശമുണ്ട്. ഈ ആദർശത്തിന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാവർക്കും കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു പിടിച്ചൊരു മനുഷ്യൻ അബൂ താലിബ്, റസൂലുള്ളാഹിനെ സംരക്ഷിച്ചു പിടിച്ച മനുഷ്യൻ, മരിക്കുന്ന ഘട്ടത്തിൽ പോലും റസൂലുള്ളാഹ് ഒരുപാട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മൂത്താപ്പ, ഒരൊറ്റ കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരൊറ്റ വാക്ക്, ആ വാക്കിന്റെ പേരിൽ അള്ളാഹുവോട് എനിക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞപ്പോ പോലും അബൂ താലിബ് എന്താ പറഞ്ഞെന്നറിയോ? എന്റെ വാപ്പ കാരണവന്മാർ സ്വീകരിച്ച അതേ വഴിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച അബൂ താലിബിന് കിട്ടാത്ത സന്മാർഗാണ്.
ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഹിദായത്താണെന്ന് മനസ്സിലാക്കുകയും ആ ഹിദായത്തിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇത് ദഅവത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ മാർഗത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ആമുഖമായി സ്വാഗതത്തിൽ സൂചിപ്പിച്ച MSMന്റെ സമ്മേളനം, MSMകാർ ആ ചെറുപ്രായത്തിൽ തങ്ങളുടെ വിദ്യാർത്ഥിത്വത്തെ ഏറ്റവും നല്ല പാതയിൽ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എത്രയെത്ര മരണങ്ങൾ, എത്രയെത്ര ആത്മഹത്യകളാണ് ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ ക്ഷമിക്കുവാനോ സഹിക്കുവാനോ റബ്ബിൽ തവക്കുൽ ചെയ്യുവാനോ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ, ചെറിയ ചെറിയ വിഷമങ്ങളുടെ പേരിൽ ഒരു കയറിൽ കുരുങ്ങുന്ന, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുകയാണ്. ആ മക്കളെ ക്യാമ്പസുകളിൽ കയറി ചെന്നുകൊണ്ട് ലഹരിയുമായി, ആ ലഹരിയാണ് തങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എന്ന് വിശ്വസിച്ചുകൊണ്ട് അതുമായി മുന്നോട്ട് പോകുന്നവരെ, തോന്നിവാസങ്ങളിലേക്ക് പോകുന്നവരെ, ആ മക്കളെ മുഴുവനും തൗഹീദിന്റെ വഴിയിലേക്ക്, വിശ്വാസത്തിന്റെ വഴിയിലേക്ക്, സമർപ്പണത്തിന്റെ വഴിയിലേക്ക്, ദീനിന്റെ വഴിയിലേക്ക് തിരിച്ചു വിളിക്കുന്ന MSM, ആ MSM നമ്മുടെ മക്കളെയും വിളിക്കുകയാണ്. പാപ്പ ഏറ്റവും നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ഉമ്മ ഏറ്റവും നല്ല രൂപത്തിലാ. നിങ്ങളുടെയൊക്കെ കൗമാരക്കാരായ മക്കൾ എവിടെ പോയി? ഈ സദസ്സിൽ അവരുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. എവിടെ പോയി? നമ്മുടെ സദസ്സുകളിലൊന്നും കൗമാരക്കാരെ കാണുന്നില്ലെങ്കിൽ, ചെറുപ്പക്കാരെ കാണുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ബിസിയാണ്, അവർക്ക് പരീക്ഷയാണ്, അവർക്ക് ട്യൂഷൻ ക്ലാസ്സാണ്, ഇങ്ങനെ പലതും പറഞ്ഞ് ദുനിയവിയായ കാര്യം പറഞ്ഞ് അവരൊക്കെ നമ്മൾ മാറ്റി നിർത്തുമ്പോഴും MSMന്റെ ആളുകൾ, MGMന്റെ ക്യാമ്പസ് വിങ്, ഇവരൊക്കെ അവരിലേക്ക് ചെന്നുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ വിളിക്കുകയാണ്. അവരെ മാത്രം ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഈ രൂപത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യുവാനും നമ്മുടെ മക്കളൊക്കെ അവിടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ നമ്മുടെ വിശ്വാസത്തെ തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസമായി ഉറപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല വഴിയിലൂടെ നടന്നുകൊണ്ട് നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും തൂക്കി കണക്കാക്കുന്ന ആ ദിവസം രക്ഷ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുവഹ്ഹിദുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നിന്റെ ഫضل കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പണ്ഡിതന്മാർ, നേതാക്കൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബ ബന്ധുക്കൾ, മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ എല്ലാവരും ബർസഖിയായ ലോകത്താണ്. അല്ലാഹുവേ, അവരുടെ ബർസഖിയായ ലോകത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെമ്പാടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടി അശാന്തം പ്രയത്നിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹുവേ നിന്റെ നിർഭയത്വം നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കും വരും തലമുറകൾക്കും ഈ നാടിന് നീ നിർഭയത്വം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിനനുസൃതമായ ഭരണാധികാരികളെ ഞങ്ങൾക്ക് നീ അനുഗ്രഹിച്ചരുളനേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു നിന്ന് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب
النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله